ഹായ്, ഞാൻ ഡോക്ടർ പ്രസാദ്. ഒരു മനുഷ്യന് ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസിക ആരോഗ്യവും എന്നത്. അതുകൊണ്ട് തന്നെ മാനസികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിനെ സംബന്ധിച്ച ലക്ഷണങ്ങളെക്കുറിച്ചും വ്യക്തമായ അവബോധം നമ്മൾ സമൂഹത്തിൽ കൊടുക്കാറുണ്ട്. ആളുകളിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ ടെമ്പററി ആയിട്ടും ഉണ്ടാകാം, പെർമനൻ്റ് ആയിട്ടും ഉണ്ടാകാം. ജീവിതത്തിൽ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകുമ്പോഴും നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും കുറച്ച് സമയത്തേക്ക് നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകുന്നത് സാധാരണയാണ്. പക്ഷേ ഡിപ്രഷൻ എപ്പോഴാണ് ഗുരുതരമാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ മൂലം അഥവാ വിഷാദം മൂലം നമുക്ക് ജീവിതത്തിൽ നിസ്സഹായത അനുഭവപ്പെടുമ്പോൾ, നമുക്ക് ജീവിതം മതിയായി എന്ന് തോന്നുന്ന സമയത്ത്, നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾക്ക് തടസ്സം വരുമ്പോൾ, ജീവിതം മതിയായി, ജീവിതം അവസാനിപ്പിക്കാം എന്ന രീതിയിലുള്ള നെഗറ്റീവായ ചിന്തകൾ വരുമ്പോൾ, ഇപ്പോഴൊക്കെയാണ് ഡിപ്രഷൻ എന്ന് പറയുന്ന ഗുരുതരമായൊരു പ്രശ്നമായി മാറുന്നത്. ഡിപ്രഷൻ പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഒന്നാമത്തേത് നമുക്ക് കേട്ടു പരിചയമുള്ള ലക്ഷണങ്ങളാണ്. അതായത് ഒരു വ്യക്തി എപ്പോഴും മിണ്ടാതിരിക്കുക, തനിച്ചിരിക്കുക, ഉൾവലിഞ്ഞിരിക്കുക, സ്വന്തം ജോലികൾ ചെയ്യാതിരിക്കുക, എപ്പോഴും നിസ്സഹായനായി ജീവിതത്തെ ഒരു നെഗറ്റീവ് അപ്രോച്ച് കൂടി നോക്കിക്കാണുക, അങ്ങനെ നിസ്സഹായനായി ഒരു ഭാഗത്തേക്ക് ചടഞ്ഞുകൂടി ഒതുങ്ങിപ്പോകുന്നൊരവസ്ഥയാണ് നമുക്ക് പരിചയമുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊരു തരം ഡിപ്രഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ ഡിസോർഡർ എന്ന് പറയാം. ഈ അവസ്ഥ വരുന്ന വ്യക്തികൾക്ക് ഉള്ളിൽ വിഷാദമുണ്ട്, അഥവാ ഉള്ളിൽ നെഗറ്റിവിറ്റി ഉണ്ട്. പക്ഷേ അതിനെ മറികടക്കാൻ വേണ്ടി അവരുടെ മനസ്സ് തന്നെ മറ്റ് ഡിസ്ട്രാക്ഷൻസിനെ കണ്ടെത്തും. പ്രധാനമായിട്ടും മനസ്സ് കണ്ടെത്തുന്ന ഡിസ്ട്രാക്ഷനാണ് ജോലിയിൽ മുഴുകുക എന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇവർക്കുണ്ടാവണം, എപ്പോഴും എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കണം. വെറുതെ ഇരിക്കുക, അതുപോലെ തന്നെ തൻ്റെ ചിന്തകളുമായി സ്വസ്ഥമായിട്ടിരിക്കുക എന്നത് ഇക്കൂട്ടർക്ക് സാധിക്കില്ല. ഇങ്ങനെയുള്ളവരോട് ചോദിച്ചാൽ അവർക്ക് സ്വസ്ഥത എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ല. പക്ഷെ അവർ എപ്പോഴും വർക്കിംഗ് ആയിരിക്കും. മാത്രമല്ല അവർ ചെയ്യുന്ന വർക്കുകൾ പ്രോഡക്റ്റീവ് അല്ലെങ്കിൽ പോലും അവർക്കതിൽ പ്രശ്നമുണ്ടാവില്ല. സാധാരണ ഒരു മനുഷ്യൻ ജോലി ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഒരു നേട്ടം എന്താണ് എന്ന് അദ്ദേഹത്തിന് ചിന്തിക്കാൻ സാധിക്കും. എന്നാൽ ഹൈ ഫങ്ഷനിങ് ഡിപ്രഷനുള്ള ആളുകൾക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. മനുഷ്യൻ്റെ മനസ്സിനെ വളരെ പതിയെ കാർന്നു തിന്നുന്ന ഒരു അവസ്ഥയാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് അവബോധം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇത്തരം ലക്ഷണങ്ങൾ ആരിലെങ്കിലും നിങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ വൈദ്യസഹായം തേടുന്നതാണ് ഉത്തമം. ഇത്തരം രോഗങ്ങളെക്കുറിച്ചും രോഗാവസ്ഥകളെക്കുറിച്ചും എല്ലാം അവയർനെസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീഡിയോസിലായാലും സാമൂഹ്യ മാധ്യമങ്ങളിലും ആർട്ടിക്കിളുകളിലൂടെയും ഒക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. അത് സ്വയം ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഒരു മെഡിക്കൽ പ്രൊഫഷണലിൻ്റെ സഹായം തേടുന്നതാണ് ഉത്തമം. പൊതുജനങ്ങളുടെ അറിവിലേക്കായിട്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്.